സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കുന്ന ഉപേക്ഷ അവതരിപ്പിക്കേണ്ടതാണ്. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് പരിഗണനയ്ക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. രണ്ടാം വകുപ്പ് ഇനി പറയുന്ന വിധത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. 114 ശ്രീ എം നൌഷാദ്, 117, 127 ശ്രീ മോൻസ് ജോസഫ് നോട്ട് ഇൻ ദ സീറ്റ്, 118 ശ്രീ ലിൻഡോ ജോസഫ്. യെസ് മിനിസ്റ്റർ. സാർ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബില്ലാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നില്ല. പക്ഷേ കേരളത്തിലെ കൃഷിക്കാരാകെ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങിയത് വേസ്റ്റായി പോകുന്നു. അത് വൈനുണ്ടാക്കാനും അതിന് ഹോർട്ടി വൈൻ എന്ന നിലയിൽ ഉണ്ടാക്കാനും അതിന് നികുതി ഘടന വേണമെന്നും പറഞ്ഞ ഒരാവശ്യമാണ് സാർ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ അമെൻമെൻറ്റ് വഴി വരുന്നത്. സാർ, കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്ത് അതിന് വില കിട്ടുന്നില്ല എന്നും അത് പെരിഷബിൾ കമ്മോഡിറ്റി എന്ന നിലയിൽ പെട്ടെന്ന് ചീത്തയായി പോകുന്നത് പരിഹരിക്കാനും വേണ്ടി കൊണ്ടുവന്ന ഒരു ബഡ്ജറ്റ് 2023 ബഡ്ജറ്റ് സ്പീച്ചിലും തുടർന്നും എടുത്ത നടപടികളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഒരു നികുതി നിർദ്ദേശം ഇതിന് വരുന്നാണ്ട് ഹോർട്ടി വൈനകത്ത് വരുവാണ് സാർ. സാർ, ഇത് അങ്ങേറ്റം വിഷമകരമായ കാര്യമാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ അംഗങ്ങൾ വന്ന് വലിയൊരു ബാനർ വെച്ച് അങ്ങയുടെ മുഖം മറയ്ക്കുകയും കേരളത്തിലെ ജനങ്ങളിൽ നിന്നും ഈ ചർച്ചകളും ജനാധിപത്യ രീതികളും മറയ്ക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. പക്ഷേ ഇത്തരം ബാനർ കൊണ്ട് മറയ്ക്കാൻ പറ്റുന്നതാണ് സാർ ഈ നാട്ടിലെ സത്യസന്ധമായ കാര്യങ്ങൾ. സാർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് ആ കാര്യത്തിന് നിലപാടെടുത്ത് ഹൈക്കോടതി ഒരു പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ച് അതിനപ്പുറം വേറെ എന്ത് കാര്യം സാർ? ഇത് പുറത്ത് RSSും BJPയും അകത്ത് കോൺഗ്രസും കൂടി നടത്തുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള നാടകമാണ് സാർ. ആ നാടകം പുറത്തിപ്പോൾ RSSകാരും BJPക്കാരും പല സ്ഥലത്തേക്കും ഇതുമായിട്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു പ്ലാനിംഗ് ആണ്. ആ പ്ലാനിങ്ങിന് ഭാഗമാണ് സാർ. സുപ്രീം കോടതി വരെ പോയിട്ട് ചില കാര്യങ്ങളുമായിട്ട് ഇന്നലെ പോയല്ലോ. സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതി എന്താ പറഞ്ഞേ? സുപ്രീം കോടതി പറഞ്ഞു ഫൈനടിക്കണമെന്ന് ചോദിച്ചാൽ മെമ്പർമാരുണ്ടല്ലോ ഇവിടെ. സുപ്രീം കോടതി എത്രയോ കാലമായിട്ട് കാര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി നിന്ന് ഇത് മേടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് സാർ. ഇത് ഒരു കോടതിയിൽ പോയി തോറ്റിട്ട് കോടതി പറഞ്ഞത് എന്തിനാണെന്ന് പറയുന്നത് സാർ? കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് സാർ. കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സമീപനമാണ്. നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് തുടർച്ചയാണ് സാർ. ഇവിടെ വാചാലമായി സംസാരിക്കുന്ന അംഗങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കാണുകയാണല്ലോ. കേരളത്തിലെ സാധാരണക്കാരുടെ വരുമാനത്തിന് വലിയ മാറ്റം ഉണ്ടാകുന്ന ഹോർട്ടി വൈൻ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനിയുള്ള ബില്ലുകളുണ്ട്. പാർപ്പിടം സംബന്ധിച്ച് ഏക പാർപ്പിടം എന്ന് പറയുന്ന ലോകത്ത് തന്നെ ഇങ്ങനെ നിയമം ആദ്യമായിട്ട് വരികയാണ്. അതും ഇന്ന് വരികയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് ഇങ്ങനെ സാർ, പണ്ട് ഞങ്ങള് വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത്, അന്നത്തെ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റുമാനൂരപ്പനെ അടിച്ചുകൊണ്ട് പോയൊരു കേസുണ്ടായി. അന്ന് വളരെയേറെ ചർച്ച ചെയ്തു. അവസാനം ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം കൊണ്ടുപോയത് കണ്ടുപിടിച്ചു വന്നപ്പോ തിരുവനന്തപുരത്തെ ഒരു KSU നേതാവായിരുന്നു, KSUവിന്റെ ഭാരവാഹിയായിരുന്നു എന്നുള്ളത് പഴയ കാലമാണ്, ഓർക്കേണ്ടതാണ്. അതൊക്കെ ഒന്ന് പഴയത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും സാർ. ഇങ്ങനെ ചെയ്യുന്നപ്പോൾ എവിടെയായാലും തെറ്റ് ചെയ്യുന്ന ആളുകളെ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞ അന്വേഷണങ്ങളൊക്കെ അതിശക്തമായി നടത്തി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുമ്പോൾ അതിനെതിരെ നാടകത്തിന് കാണിക്കുന്നത് സാർ. ഇത് കണ്ടിട്ട് ഈ കൂവിയിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ ഈ കൂവുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ജനങ്ങളോട് പറയേണ്ട കാര്യം പറയേണ്ട വേദിയാണ് സാർ ഇവിടെ. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ സഭ ചർച്ച ചെയ്യേണ്ടതല്ലേ? നിങ്ങൾ വലിയ പണ്ഡിതന്മാരല്ലേ? നിങ്ങൾ വലിയ പാണ്ഡിത്യമുള്ളവരല്ലേ? ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ടത് ചർച്ച ചെയ്യാതെ അവിടെ നിന്ന് എല്ലാ ചർച്ചയും തടസ്സപ്പെടുത്തുന്നതല്ല. ഇത് സുതാര്യതയുടെ കാലമാണ്. ധൈര്യമുണ്ട്, ചർച്ച ചെയ്യണം. കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ തന്നിരിക്കുന്ന വേദിയാണ്. തെരഞ്ഞെടുത്ത് അയച്ചേക്കുന്നത് ഇവിടെ ചർച്ച ചെയ്യാനാണ്, കൂവിത്തോപ്പിക്കാനല്ല. കൂവിത്തോപ്പിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യമല്ല. അതുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവേണ്ടതാണ്. ആ ചർച്ച ചെയ്യാൻ തയ്യാറാവാത്ത ഏറ്റവും തകർന്നുപോയ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ പ്രതിഷേധിക്കും സാർ. ഞാനെന്റെ ഈ ഹോർട്ടി വൈൻ സംബന്ധിച്ച് കൂടുതൽ നിർത്തുന്നില്ല സാർ. ഇതിനകത്ത് ഈ അമെന്റ്മെന്റ് ബില്ല് അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ.
ഇനി രണ്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ രണ്ടാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വകുപ്പ് ഭേദഗതികൾ 128 ശ്രീ കെ ബാബു യെസ്, 136 ശ്രീ കെ ജനീഷ് കുമാർ യെസ്, 139 ശ്രീ എസ് സലാം യെസ്, 142 ശ്രീ ചേവിയർ ചിറ്റലപ്പള്ളി യെസ്, 142 ശ്രീ ചന്ദ്രശേഖരൻ യെസ്, 159 ശ്രീ പി ടി റഹീം യെസ്, 164 ശ്രീ എം വിജിൻ യെസ്, 167 ശ്രീ കെ വി സുമേഷ് യെസ്, 170 ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ യെസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സർ, ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. ഇനി മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമെന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ മൂന്നാം വകുപ്പ് ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. ഒന്നാം വകുപ്പും പീഠികയും പേരും ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 107 ശ്രീ ഡി കെ മുരളി യെസ്, 111 ശ്രീ എ സി മൊയ്തീൻ യെസ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, സർ, ഭേദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. ഒന്നാം വകുപ്പും പീഠികയും പേരും ബില്ലിന്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ ഒന്നാം വകുപ്പ് പീഠികയും പേരും ബില്ലിന്റെ ഭാഗമായിരിക്കുന്നു. മൂന്നാം വായന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഇനി 2024 പൊതുവിൽപ്പന നികുതി ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു.